പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നിങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ, ഉറപ്പിക്കണമേ. ഛത്തീസ്ഗഡിൽ ആ സിസ്റ്റർമാരെ പിടിച്ചു. 10 ദിവസത്തിനപ്പുറം അവർക്ക് ജാമ്യം കിട്ടി. പക്ഷെ എന്നെ കൂടുതൽ സ്പർശിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? ആ സിസ്റ്റർമാർക്കെതിരെ കള്ളമൊഴി കൊടുക്കാനായിട്ട് ബജരംഗിദൾ ആളുകൾ പീഡനത്തിന് ഉപദ്രവിക്കലിന് വിധേയമാക്കിയ 2 പെൺകുട്ടികളും ഒരു ചെറുപ്പക്കാരനും ഉണ്ടായല്ലോ. അവരുടെ വിശ്വാസമാണ്. പറയുന്നുണ്ട്, ബജരംഗദൾ ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ കൂട്ടബലാത്സംഗം ചെയ്ത് കളയുമെന്ന്, കൊന്നുകളയുമെന്ന്. പക്ഷെ അവർ പേടിച്ചില്ല. അവർ ധൈര്യപൂർവം ആ തീവ്രവേദനകളുടെയും ദുഃഖത്തിൻ്റെയും ഒറ്റപ്പെടലുകളുടെയും നടുവിൽ സധൈര്യം പറഞ്ഞു, സിസ്റ്റർമാർ ഒരു മതപരിവർത്തനവും നടത്തിയിട്ടില്ല, ഞങ്ങൾ ഓൾറെഡി ക്രിസ്ത്യാനികളാണ്, ഒരു മതപരിവർത്തനം അവർ നടത്തിയിട്ടില്ല, അവർ നിരപരാധികളാണെന്ന് അവർ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു. ഭാവിയിൽ അവർക്ക് എന്തു വേണമെങ്കിലും സംഭവിക്കാം. മതഭ്രാന്തന്മാരുടെ നടുവിലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ എങ്കിലും അവരുടെ ആ വിശ്വാസത്തിൽ അവർ ജ്വലിച്ചു, ഉറച്ചു. അതെങ്ങനെയാ? പ്രാർത്ഥിക്കുന്ന മനുഷ്യരായതുകൊണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള മനുഷ്യരായതുകൊണ്ടായിരിക്കും അങ്ങനെ അവർ ശക്തമായിട്ട് നിലപാട് എടുത്തത്. നമ്മളും പ്രാർത്ഥിക്കണം. ഇനി പീഡനങ്ങളുടെ കാലം നമ്മുടെ നാട്ടിൽ വരികയാണ്. നമ്മൾ വിചാരിച്ചേക്കരുത് ഛത്തീസ്ഗഡിലാണ്, മധ്യപ്രദേശിലാണ്, അവിടെ അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. ഇനി നമ്മുടെ കേരളത്തിലും അങ്ങ് അകലെയല്ല, വന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനി പീഡനങ്ങളുടെ കാലം. നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം അങ്ങ് ഉറപ്പിക്കണമേ എന്ന്. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ എന്ന് ടൈപ്പ് ചെയ്തയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.